UFC ചരിത്രത്തിലെ ഏറ്റവും വലിയ റൈവൽറി ജോൺ ജോൺസ് വേഴ്സസ് ഡാനിയൽ കോർമിയർ. കായിക ലോകത്തെ റൈവൽറികൾ പുതുമയൊന്നുമല്ല. ബോക്സിംഗിലെ അലി വേഴ്സസ് ഫ്രൈസിയർ ശത്രുത ബോക്സിംഗ് ഫാൻസിനെ മൊത്തം രണ്ടു ചേരിയിൽ നിർത്തിയിരുന്നുവെന്ന് ചരിത്രത്താളുകളിൽ നമ്മൾ കാണുന്നു. എന്നാൽ MMA ലോകത്തെ ജോൺ ജോൺസും ഡാനിയൽ കോർമിയറും തമ്മിലുള്ള ശത്രുത ബാക്ക് സ്റ്റേജ് ഫൈറ്റുകളും റിങ്ങിലെ യുദ്ധങ്ങളും ആരോപണ പ്രത്യാരോപണങ്ങളുമായി പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഒന്നാണ്. ഇന്നും അത് അവസാനിച്ചിട്ടില്ല. ഒരാൾ ലോകത്തെ ഏറ്റവും മികച്ച ഫൈറ്റർ എന്ന് ലോകം വിശ്വസിക്കുന്ന ആൾ, മറുവശത്തെ ഒളിമ്പിക് ലെവലിലുള്ള റെസ്ലർ. ഇതുതന്നെയാണ് ആ റൈവൽറിയെ അത്ര കണ്ട് തീഷ്ണമാക്കിയത്. ഏറ്റവും മികച്ച രണ്ടുപേർ ഇരുവശങ്ങളിലുമായി നിൽക്കുമ്പോൾ അവർ തങ്ങളിൽ ആരാണ് മികച്ചതെന്ന് ലോകത്തെ കാണിക്കുവാൻ ഒരിഞ്ച് പോലും വിട്ടുകൊടുക്കാതെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഒരു കേജിനുള്ളിൽ പോരാടാൻ ഒരുങ്ങുമ്പോൾ അതത്ര തീഷ്ണമായില്ലെങ്കിലല്ലേ അതിശയിക്കേണ്ടതുള്ളൂ. ആൻ അബ്സല്യൂട്ട് സിനിമ എന്നിതിനെ പറയാം. കുണ്ടും കൊടുത്തും പല ട്വിസ്റ്റുകളാലും സമ്പുഷ്ടമായ ഒരു സിനിമക്ക് അതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയ ലെജൻഡറി റൈവൽറി. സാധാരണ UFC-യിൽ ഉണ്ടാകുന്ന പോലെ ഈ ശത്രുതയുടെ തുടക്കം ഒരിക്കലും ഒരു ഫൈറ്റ് പ്രൊമോഷന്റെ ഭാഗമായോ ട്വിറ്ററിലെ വാക്ക് പോരാട്ടങ്ങളിൽ നിന്നോ ആയിരുന്നില്ല. മറിച്ച് 2010 ഒരു ഇവന്റിന്റെ പിന്നാമ്പുറത്ത് നടന്ന ഒരു ചെറിയ സംസാരത്തിൽ നിന്നുമാണ്. തനിക്ക് മുൻപിൽ വരുന്ന എല്ലാ എതിരാളികളെയും നിഷ്കരുണം തകർത്തുകൊണ്ട് UFC ഗോൾഡിനടുത്ത് നിൽക്കുന്ന ജോൺ ജോൺസ് MMA ലോകത്ത് പുതിയതായി എത്തി പ്രൈഡ് പ്രൊമോഷനിൽ ഹെവി വെയ്റ്റ് ഡിവിഷനിൽ മത്സരിക്കുന്ന ഡാനിയൽ കോർമിയർ. രണ്ടുപേരും ഒരു ഇവന്റിൽ വെച്ച് കണ്ടുമുട്ടി. കോർമിയറിനെ നോക്കി ജോൺ വളരെ സാധാരണമായി പറഞ്ഞു, നിങ്ങൾ ഒരു നല്ല റെസ്ലർ ആണെന്ന് ഞാൻ കേട്ടു. സാധാരണ എല്ലാവരും ഒരു കോംപ്ലിമെന്റ് ആയി എടുക്കുന്ന കാര്യം. കാരണം അങ്ങനെ പറഞ്ഞത് UFC-യിൽ ചാമ്പ്യനാവാൻ പോകുന്ന ആളാണ്. പക്ഷെ ഡാനിയൽ കോർമിയറിന് അത് തന്നെ കൊച്ചാക്കി സംസാരിച്ചതുപോലെയാണ് തോന്നിയത്. ജോൺ തന്നെ കളിയാക്കി എന്ന് വിചാരിച്ച DC തിരിച്ചു വളരെ കടുപ്പത്തിൽ തന്നെ പറഞ്ഞു, നിനക്ക് എന്നെപ്പറ്റി ഒരു ചുക്കും അറിയില്ല. അവർ അങ്ങനെ പിരിഞ്ഞു പോകുന്നു. MMA ലോകത്ത് നിന്ന് നോക്കിയാൽ അതൊക്കെ സാധാരണയിൽ സാധാരണമായ ഒരു സംഭവം മാത്രം. പക്ഷേ ജോണിന്റെ ചെകുത്താൻ കയറിയ മനസ്സിന് ഈ മറുപടി മതിയായിരുന്നു DC-യോട് പകയുണ്ടാവാൻ. ആ സംഭവം പിന്നീടുണ്ടായ അപ്രതീക്ഷിത സംഭവങ്ങൾക്ക് വഴിമരുന്നിടുകയാണ് ചെയ്തത്. പിന്നീട് ജോൺ UFC-യിലെ ഏറ്റവും പ്രായം കുറഞ്ഞതും ഡൊമിനന്റുമായ ചാമ്പ്യനായി മാറി. ഈ സമയം പ്രൈഡ് പ്രൊമോഷനിൽ നിന്നും DC UFC-യിലെ ലൈറ്റ് ഹെവി വെയ്റ്റ് ഡിവിഷനിലേക്ക് വന്നു. UFC-യിൽ എല്ലാവരെയും തോൽപ്പിച്ചുകൊണ്ട് അൺഡിഫീറ്റഡായി കോർമിയർ ജോണിനെതിരെ UFC 182-ൽ ഗോൾഡിനായി മത്സരിക്കാൻ തയ്യാറായി നിൽക്കുന്നു. അതിനിടയിൽ നടന്ന ഒരു പ്രസ് കോൺഫറൻസിൽ രണ്ടുപേരും ഫേസ് ഓഫിനായി വേദിയിലേക്ക് വന്നു നിന്നു. അതുവരെ സാധാരണമായി പോയിരുന്ന അന്തരീക്ഷം പെട്ടെന്ന് മാറി. ജോൺസ് തന്റെ നെറ്റി കൊണ്ട് കോർമിയറുടെ നെറ്റിയിൽ തള്ളി. ഒട്ടും പതറാതെ തന്നെ കോർമിയർ ജോണിനെ പിടിച്ചു തള്ളുകയും അടിപിടി ആരംഭിക്കുകയും ചെയ്തു. ജോൺ DC-യെ ഇടിക്കാൻ മുഷ്ടി ചുരുട്ടി മുന്നിലേക്ക് വന്നു. DC തിരിച്ചിടിക്കാനും. ആ സ്റ്റേജ് തന്നെ തകർന്നു വീണു. സെക്യൂരിറ്റി ഓടിയെത്തി രണ്ടുപേരെയും പിടിച്ചു മാറ്റി. ഇവരുടെ ബാക്ക് സ്റ്റോറി അറിയാത്ത ഫാൻസ് ഉൾപ്പെടെ എല്ലാവരും കരുതി ഫൈറ്റ് ഹൈപ്പിന് വേണ്ടിയുള്ള വെറും ഒരു പബ്ലിസിറ്റി സ്റ്റണ്ട് മാത്രമായിരിക്കുമെന്ന്. എന്നാൽ ഇത് വെറും സ്റ്റണ്ട് മാത്രമായിരുന്നില്ല. രണ്ടുപേരും പരസ്പരം കൊല്ലുവാനുള്ള ദേഷ്യത്തോടെ ചെയ്തതാണെന്ന് ESPN ഒഫീഷ്യലി എയർ ചെയ്യാതെ ലീക്കായ ജോൺ വേഴ്സസ് DC സംഭാഷണ ശകലത്തിൽ നിന്നും വ്യക്തമായി. ആ സംഭാഷണത്തിൽ ജോൺ DC-യെ അസഭ്യം പറഞ്ഞ് സംബോധന ചെയ്തുകൊണ്ട് ചോദിക്കുന്നു, DC നീ അവിടെ തന്നെയുണ്ടോ? ഇത് കേട്ട DC മറുപടി പറഞ്ഞു, ഞാൻ ഇവിടെ തന്നെയുണ്ട്. അവർ എന്നെ നിന്റെ അടുത്തെത്താൻ സമ്മതിച്ചിരുന്നുവെങ്കിൽ നിന്റെ മുഖത്ത് ഞാൻ കാറിത്തുപ്പിയേനെ. ജോൺസ് ഒരു കൊലച്ചിരിയോടുകൂടി പറഞ്ഞു, നീ അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ നിന്നെ ഞാൻ കൊന്നേനെ. ആ വൈറലായ ക്ലിപ്പിൽ നിന്നും ആളുകൾക്ക് മനസ്സിലായി ഇവർ തമ്മിലുള്ളത് ഡ്രാമയല്ല, വലിയ പ്രശ്നം തന്നെയെന്ന്. ഒക്ടഗണിലെത്തിയാൽ എന്തും സംഭവിക്കാം. ഇത്രയും വൈരം ഇതിനു മുമ്പ് ആരും കണ്ടിട്ടില്ല. 2015 ജനുവരി 3-ന് UFC 182-ലായിരുന്നു ലൈറ്റ് ഹെവി വെയ്റ്റ് കിരീടത്തിനായുള്ള ആദ്യ പോരാട്ടം. ഒരു ഡെത്ത് നോട്ട് സൈൻ ചെയ്തതുപോലെ രണ്ടുപേരും റിങ്ങിൽ വന്നു നിന്നു. അനൗൺസ്മെന്റിന് ശേഷം ഗ്ലൗസ് ടച്ച് ചെയ്യുന്നു എന്ന് റഫറി ചോദിച്ചപ്പോൾ രണ്ടുപേരും പരസ്പരം ടച്ച് ചെയ്തു. ഒക്ടഗണിന്റെ ബ്ലൂ കോർണറിൽ നിന്നുകൊണ്ട് DC ജോണിനെ തുറിച്ചു നോക്കി. രണ്ടുപേരും തമ്മിൽ തല്ലിച്ചാകും എന്ന രീതിയിലാണ് ഫൈറ്റ് ആരംഭിച്ചത്. പക്ഷേ കോർമിയർ അല്പം ഫ്രസ്ട്രേറ്റഡ് ആയി തോന്നി. ജോണിനോടുള്ള ദേഷ്യം മുഴുവൻ പുറത്തെടുത്തുകൊണ്ട് കോർമിയർ മുൻപിലേക്ക് പോയി ഫൈറ്റ് ചെയ്തു. ക്ലിഞ്ചിൽ ഡിസ്റ്റൻസ് ക്ലോസ് ചെയ്ത് ജോണിനെ പ്രഷർ ചെയ്തു. എന്നാൽ ജോൺ ജോൺസ് എത്രത്തോളം മാനസിക സംഘർഷങ്ങളോ ദേഷ്യമോ ഒക്കെ പുറമേ ഉണ്ടെങ്കിലും അയാൾ ഒക്ടഗണിൽ പ്രകടിപ്പിക്കുന്ന മനസാന്നിധ്യം അപാരമാണ്. തന്റെ ഫൈറ്റ് ഐക്യു ഉപയോഗിച്ച് കോർമിയറിനെ കൺട്രോൾ ചെയ്തു. തന്റെ റീച്ച് അഡ്വാൻറ്റേജും ഡെഡ്ലി എൽബോയും റെസ്ലിംഗും ഉപയോഗിച്ചുകൊണ്ട് DC-യുടെ ആക്രമണങ്ങളെ നിഷ്പ്രഭമാക്കി. DC-ക്ക് ഒന്നും ചെയ്യുവാനുണ്ടായിരുന്നില്ല. അവസാന റൗണ്ടുകളിൽ ഒളിമ്പിക് റെസ്ലറായിരുന്ന DC-യെ ജോൺ ടേക്ക് ഡൗൺ ചെയ്തു. അതും ഒന്നല്ല, ഒരുപാട് പ്രാവശ്യം. കാണുന്നവർ അമ്പരന്നു, എന്താണ് സംഭവിക്കുന്നത്? 5 റൗണ്ടുകൾ കഴിഞ്ഞ് അവസാനം ഡിസിഷൻ വന്നപ്പോൾ ജോൺ 49-46 എന്ന സ്കോറിൽ DC-യെ തോൽപ്പിച്ചു. അതുവരെ അജയ്യനായിരുന്ന DC-യുടെ ആദ്യ തോൽവി. അതും താൻ അപ്രമാദിത്യം പുലർത്തുന്ന റെസ്ലിംഗിൽ ജോൺ തന്നെ തകർത്തു എന്നത് DC-യിൽ വലിയൊരു മുറിവുണ്ടാക്കി. ഫൈറ്റിന് ശേഷം ആ മുറിവിൽ കുറച്ചുകൂടെ ഉപ്പുവാരിയിട്ടുകൊണ്ട് ജോൺ പറഞ്ഞു, അവനെ ഞാൻ 5 തവണ ടേക്ക് ഡൗൺ ചെയ്തു. മുകളിൽ കയറിയിരിക്കാൻ പറ്റിയാൽ മാത്രമേ അവന് എന്തെങ്കിലും ചെയ്യുവാൻ കഴിയൂ. കോർമിയർ തകർന്നുപോയി. അദ്ദേഹം തന്റെ ജീവിതത്തിലെ ഏറ്റവും നശിച്ച നിമിഷങ്ങളിൽ ഒന്നായിരുന്നതെന്ന് പിന്നീട് പറഞ്ഞു.
UFC 182 കഴിഞ്ഞ് കുറച്ചു നാളുകൾക്കപ്പുറം ജോണിന്റെ ജീവിതം മാറി മറിയുവാൻ തുടങ്ങി. ഒക്ടഗണിൽ അജയ്യനായിരുന്ന അയാളുടെ യഥാർത്ഥ ജീവിതം കൈപ്പിടിയിൽ നിന്നും വഴുതി മാറുവാൻ തുടങ്ങി. UFC 187 ആന്റണി റബ്ബിൾ ജോൺസിനെതിരെ തന്റെ ബെൽറ്റ് ഡിഫെൻഡ് ചെയ്യുവാൻ തയ്യാറെടുക്കുന്നതിനിടയിൽ ജോൺ ഒരു ഹിറ്റ് ആൻഡ് റൺ കേസിൽ കുടുങ്ങി. UFC ജോണിന്റെ ചാമ്പ്യൻഷിപ്പ് തിരികെ വാങ്ങി. അതേസമയം ആ അവസരം മുതലാക്കി കോർമിയർ ആന്റണി റംബിൾ ജോൺസനെ പരാജയപ്പെടുത്തി കിരീടം സ്വന്തമാക്കി. പക്ഷേ ചാമ്പ്യനായപ്പോഴും ജോണിനോടുണ്ടായ തോൽവി അയാളെ അലട്ടിക്കൊണ്ടേയിരുന്നു. എവിടെ പോയാലും ഫാൻസ് നീ ജോൺസിനെ തോൽപ്പിച്ചിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ ചാമ്പ്യനായി എന്ന ചോദ്യം ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. ഒരു ചാമ്പ്യനായെങ്കിലും ജോണിന്റെ നിഴലിലായി DC. ഇത് മനസ്സുകൊണ്ട് അയാൾക്ക് അംഗീകരിക്കാനായില്ല. ചാമ്പ്യനെ തോൽപ്പിക്കാതെ ചാമ്പ്യനായവൻ എന്ന കുത്തിയുള്ള പറച്ചിലുകൾ അയാളെ തകർത്തു. അവസാനം ജോൺസ് തന്റെ പ്രശ്നങ്ങളെ ഒരുവിധം ഒഴിവാക്കി UFCയിലേക്ക് തിരികെ എത്തി. 2017 UFC 214 ഇവർ തമ്മിലുള്ള റീമാച്ചിന് കളമൊരുങ്ങി. ഒക്ടഗണിൽ നിന്നും കുറെ നാളുകളായി വിട്ടുനിൽക്കുന്ന ജോൺ ഇത്തവണ ജയിക്കുമോ എന്ന് ആരാധകർക്കൊരു പേടിയുണ്ടായിരുന്നു. കാരണം ജോൺ ജോൺസ് ഇതിനു മുമ്പ് തിരികെ വന്ന UFC 197 ഓവൻ സെയിന്റ് ബ്രൂക്സിനെതിരെ അത്ര മികച്ച പ്രകടനമായിരുന്നില്ല കാഴ്ചവെച്ചത്. അതുകൊണ്ട് തന്നെ ഇത്തവണ DC ജയിക്കാൻ നല്ല സാധ്യതയുണ്ടെന്ന് എല്ലാവരും വിലയിരുത്തി. അങ്ങനെ ആ ഫൈറ്റ് ആരംഭിച്ചു. ഇത്തവണ വ്യത്യസ്തമായിരുന്നു ഫൈറ്റ് തുടങ്ങിയത്. ആദ്യ റൗണ്ടിൽ DC വളരെ കാൽക്കുലേറ്റഡായും ഷാർപ്പായും തുടങ്ങി. ഹെവി ഷോട്ടുകൾ ലാൻഡ് ചെയ്തു. പക്ഷെ ജോൺ ശാന്തമായി DCയെ റീഡ് ചെയ്ത് റേഞ്ചിൽ കിക്ക് ചെയ്തു തുടങ്ങി. എന്നാൽ അത്രയും സമയം ഫൈറ്റിൽ അപ്പർ ഹാൻഡ് ഉണ്ടായിരുന്ന DCയുടെ ഹെഡിലേക്ക് മൂന്നാം റൗണ്ടിൽ ജോണിന്റെ അപ്രതീക്ഷിതമായ ഒരു ബ്രൂട്ടൽ ഹെഡ് കിക്ക്. DC തകർന്നുപോയി. ഹെഡ് കിക്കിൽ ഉലഞ്ഞുപോയ DC റിക്കവർ ആകുവാൻ പുറകോട്ട് ഓടിമാറുന്നത് കണ്ട് ജോൺ തന്റെ കാലുകൾ കൊണ്ട് DCയെ തട്ടി താഴെയിട്ടു. ഭൂമി തനിക്ക് ചുറ്റും കറങ്ങുന്നത് പോലെ DCക്ക് തോന്നിക്കാണും. വീണ DCയെ താഴെയിട്ടുകൊണ്ട് ഗ്രൗണ്ട് ആൻഡ് പൗണ്ട്. അങ്ങനെ ആ മാച്ച് വളരെ ബ്രൂട്ടലായി അവസാനിപ്പിച്ചുകൊണ്ട് ജോൺ പിന്നെയും ചാമ്പ്യനായി. കോർമിയർ തകർന്നു. ജോൺസ് കിരീടം വീണ്ടെടുത്തു. മത്സരശേഷം ജോൺ DCയെ നോക്കി പറഞ്ഞു, DC നിങ്ങളൊരു മാതൃകാ ചാമ്പ്യനാണ്. നിങ്ങളെപ്പോലെ ഒരാളായി തീരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മത്സരശേഷം ജോൺ DCയെ കളിയാക്കുകയോ വേദനിപ്പിക്കുകയോ ചെയ്യാതെ ഇങ്ങനെ പറഞ്ഞത് എല്ലാവർക്കും അത്ഭുതമുളവാക്കി. DC മത്സരശേഷം വികാരാധീനനായി കരഞ്ഞുകൊണ്ട് ഇന്റർവ്യൂ കൊടുത്തു. അങ്ങനെ ആ ശത്രുത അവിടെ അവസാനിച്ചുവെന്ന് എല്ലാവരും കരുതി. അവിടെ അതാ പിന്നെയും ഒരു അപ്രതീക്ഷിത ട്വിസ്റ്റ്. ജോൺസ് ഡോപ്പിംഗിൽ കുടുങ്ങിയിരിക്കുന്നു. ബാൻഡ് സ്റ്റെറോയിഡ് സബ്സ്റ്റൻസ് ജോണിന്റെ മൂത്ര സാമ്പിളിൽ കണ്ടെത്തിയിരിക്കുന്നു. ആ ഫൈറ്റ് നോ കോണ്ടസ്റ്റായി മാറി. ജോണിന്റെ ചാമ്പ്യൻഷിപ്പ് നഷ്ടമായി. കോർമിയർ വീണ്ടും ചാമ്പ്യനായി. ചാമ്പ്യനെ തോൽപ്പിക്കാതെ വീണ്ടും ചാമ്പ്യൻ. വാർത്തയറിഞ്ഞ് കോപം കൊണ്ട് ജ്വലിച്ച DC ജോൺസിനോടായി പറഞ്ഞു, നീ ഏറ്റവും മികച്ചവനായിരിക്കുമ്പോൾ ഒരിക്കലും ചീറ്റ് ചെയ്യരുത്. ഇവനൊരു വൃത്തികെട്ട ഫൈറ്ററാണ്. അങ്ങനെ അവസാനിച്ചു എന്ന് കരുതിയ ആ ശത്രുത പിന്നെയും ഉയർന്നു വന്നു. മൂന്നാമതൊരു ഫൈറ്റ് അവർ തമ്മിൽ ഉണ്ടായില്ലെങ്കിലും അവസരം കിട്ടുമ്പോഴൊക്കെ പരസ്പരം ചെളിവാരിയെറിഞ്ഞുകൊണ്ടേയിരുന്നു. നാളുകൾക്ക് ശേഷം DC UFC ഹെവി വെയ്റ്റ് ഡിവിഷനിലേക്ക് പോയി. അവിടെ ചാമ്പ്യനായി. പിന്നീട് ഫൈറ്റ് ഗെയിമിനോട് തന്നെ വിട പറഞ്ഞു. എന്നാൽ ജോൺ അതിനിടയ്ക്ക് പിന്നെയും വിവാദങ്ങളിൽ പെടുകയും ഒക്ടഗണിൽ നിന്ന് പുറത്തു പോവുകയും വരികയും ഒക്കെ ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ 2023 3 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്തി ജോൺ DCയെ കമന്ററി ബോക്സിൽ സാക്ഷിയാക്കി UFC ഹെവി വെയ്റ്റ് ചാമ്പ്യനായി. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഇവരുടെ ശത്രുതയിൽ ആക്ഷനും ഡ്രാമയും ട്വിസ്റ്റും ഒരുപാടുണ്ടായിരുന്നു. ഇന്നും അവസാനിക്കാത്ത ശത്രുതയായി അതങ്ങനെ നിലനിൽക്കുന്നു. ജോൺസ് ദൈവത്തിൽ നിന്നും കിട്ടിയതുപോലെ കഴിവുകളുള്ള, എന്നാൽ സ്വന്തം പ്രവർത്തികൾ കൊണ്ട് ജീവിതത്തിൽ താഴപ്പിഴകൾ സംഭവിച്ച ഒരു ലെജൻഡറി ഫൈറ്ററാണ്. എന്നാൽ മറുവശത്ത് DC തന്റെ ഉയരക്കുറവ് പോലും മറികടന്നുകൊണ്ട് ഹാർഡ് വർക്ക് ചെയ്ത് ഈ നിലയിൽ എത്തിയ ആളാണ്. ഇവർ തമ്മിലുള്ള ശത്രുത രണ്ട് ഫൈറ്റേഴ്സ് തമ്മിലുള്ള പക മാത്രമായിരുന്നില്ല. MMA ലോകത്ത് തങ്ങളുടെ ലെഗസി ഉറപ്പിക്കുവാനുള്ള പോരാട്ടമായിരുന്നു. വീറും വാശിയും നിറഞ്ഞ പോരാട്ടം.